Good morning, sir. Yes, Shiramya, good morning. Good morning, sir. Good morning, Yes, sir. Good morning. Roshni, Aishwarya again, good morning. Good Sir, morning, prayer പാട്ടെ. Yes, Shiramya, good morning. Prayer പാട്ടെ, sir. ഇതോ Prayer പാടട്ടെ എന്ന്. ധൈര്യമായിട്ട് ഇത് പ്രഷർ Okay, sir. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേളയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി നാവിൻ എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു, സർ. ഓക്കെ വെരി ഗുഡ് നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്, നല്ല പരി. യെസ് Sir, thought ഞാനാണ്. ഓക്കെ ഫാത്തിമ. Good morning, job, sir. Good morning to all. Today's thought is, in the middle of the difficulty lies opportunity. Is the thought quote by Albert Einstein. Challenges are inevitable, but they can also be stepping stones to growth. This quote reminds us to look for the opportunities that arise from difficult situations. I repeat the thought, in the middle of the difficulty lies opportunity. Thank you, sir. Very good. There is a silver lightning in every cloud. No. Okay, Fatima. Yes. Good morning, sir. Yes, Signing. Signing on. Okay. Good morning, sir, and good morning, my dear friends. Today, July 21, International Moon Day. July 21st is not typically referred to as a moon day in the context of Malayalam. However, it is associated with Moon Day, which commemorates the Apollo 11 moon landing, and this is sometimes marked on July 21st. Signed in by Roshni. Oh. Have a nice day. Very good, Roshni. നല്ല അറിവാണ്. Thank you, sir. Yes, okay. റോഷിനിയൊക്കെ വേറെ ലെവലാണോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതായി, നല്ലൊരു ടീച്ചർ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും, നല്ലൊരു അധ്യാപകനും നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. കാരണം വിദ്യാർത്ഥികൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെയാണ് അധ്യാപകനും. നമ്മളിന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കും. യെസ്, മരണം വരെ അത് തന്നെയാണ്, ഇന്നും പഠിക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്. ഓക്കെ റോഷ്നി, ഓക്കെ സുധി, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 3 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ വെർബ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. വെർബ് സിസ്റ്റം അല്ല. അപ്പോ അത് നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക് പോവുകയാണ്.
ഇനിയുള്ള യൂണിറ്റുകൾ നമ്മൾ സാവകാശം പോകും, കാരണം അതൊന്ന് മനസ്സിലാക്കി പോകാനുണ്ട്, ടൈം എടുക്കും. യെസ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ 4 ആണ്. 4 അതിൽ പറയുന്നത് ടെൻസസ് ഓഫ് വെർബ്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ്. ടെൻസസ് ഓഫ് വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വെർബിന്റെ ടെൻസുകൾ, ആ ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ലെസണിൽ നോക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ വളരെ നല്ല പിള്ളേരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ് എന്ന് ഓർമ്മിപ്പിക്കണമെന്ന്. നല്ല കുട്ടികളായതുകൊണ്ട് അത് ആരും പറഞ്ഞില്ല, അല്ലേ റോഷിനി? സാർ ഞാനില്ല സാർ, ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നോണ്ടേ ഇന്ന് പനിയായോണ്ട് 2 ദിവസം ഓഫാ. അതാ യെസ്. ഞാൻ കേട്ടില്ലായിരുന്നു ക്ലാസ്. അല്ല സാർ, ഓർമ്മിപ്പിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പിലെ മൈ ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെ ഒരു അതും കൂടി ഇല്ലായിരുന്നു. അപ്പൊ രണ്ടും കൂടെ ഓർമ്മിപ്പിക്കാൻ സാർ ആളെ ഏൽപ്പിച്ചു. ഞാൻ അവരിപ്പൊ പറയും വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഒന്ന് റിലീവ് കിട്ടിയായിരുന്നു അല്ലേ? അല്ലേ? ലാസ്റ്റ് ആക്ടിവിറ്റി ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്റെ കൊച്ചെ, ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് പറയാൻ നേരം കിട്ടുമോ? നിങ്ങൾ ആദ്യം പോന്ന് എനിക്കൊന്നൊരു ഹിന്റ് തന്നാൽ പിന്നെ ഞാൻ അതനുസരിച്ച് ചെയ്യും. പിന്നെ റിന്യൂ കൂടാണ്ട് തന്നെ ഒരാളെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ കൂടെ ഉണ്ടായിരുന്നില്ല റിന്യൂ. ഞാൻ ക്ലാസ് പകുതിയായിട്ട് പറയാ വിചാരിച്ചിട്ട് സാർ. യെസ്. ഓക്കെ, അത് റഷീദായിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് വേണം നമുക്ക്? ആദ്യം അത് വേണോ അല്ലെങ്കിൽ പകുതി വെച്ച് കൊടുക്കണോ? ആദ്യം വെച്ച് തുടങ്ങാം സാർ. ആദ്യം അത് വെച്ച് തുടങ്ങാം അല്ലേ? വെരി ഗുഡ് റോഷിനി. യെസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ റോഷിനി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്, എങ്ങനെയാണ് ഞായറാഴ്ചകൾ നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് റീജ നല്ല രസകരമായിട്ട് പറഞ്ഞു, പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, 2 പേര് പറഞ്ഞു. യെസ്. ഓക്കെ, അപ്പോ അവർക്കും കൂടി നമ്മൾ ഇന്ന് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊരു പ്രിപ്പയർഡ് ആയിട്ട് പറയുന്നു, അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നു. യെസ്. ഓക്കെ, അത് ആലോചിക്കാതെ നേരമില്ല, കുറച്ച് സമയത്തിനുള്ളിൽ പറയുന്നു. യെസ്, അത് എബിലിറ്റി. യെസ്, ഇന്നിപ്പോ സമയമൊക്കെ കിട്ടി, 24 മണിക്കൂർ 48 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് റെഡിയായിട്ട് റെഡിക്കുക. യെസ്. അപ്പോ എങ്ങനെയാണ് ഞായറാഴ്ചകൾ നിങ്ങൾ ചിലവഴിക്കുന്നത്? ആ പറഞ്ഞതുപോലെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനത്തെത്തുന്നു. ഹൗ ഡു വി സ്പെൻഡ് അവർ സൺഡേസ്? സൺഡേസിന്റെ പ്രത്യേകത വളരെ രസകരമായിട്ട് റീജ പറഞ്ഞു. പിന്നെ വേറെ ഒരാളും കൂടി പറഞ്ഞില്ല. റീജ കൂടാണ്ട് ഒരാളും കൂടി പറഞ്ഞില്ല. ഞാനാണ്. ഇല്ല സാർ, ഞാനേ പറഞ്ഞുള്ളൂ, അപ്പത്തേക്കും ടൈം കഴിഞ്ഞായിരുന്നു. ഇല്ലല്ലോ, ഒരാളും കൂടി പറഞ്ഞില്ല. ഒരാൾ കൂടി നമുക്ക് കൊടുത്തില്ലേ ചാൻസ്? ഇത് ഓർമ്മ അങ്ങനെയാണ്. ഓക്കെ. മാത്രം പറഞ്ഞിട്ടുള്ളൂ. റീജ മാത്രം പറഞ്ഞിട്ടുള്ളൂ. യെസ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോ റീജയിൽ തന്നെ ഇന്നും ആരംഭിക്കാം, കാരണം റീജ വളരെ രസകരമായിട്ട് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കേട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാകും. അപ്പൊ റീജ, വെൽ ബിഗൺ ഈസ് നന്നായിട്ട് ആരംഭിച്ചാൽ പകുതി ഫിനിഷ് ചെയ്തു. യെസ്. അപ്പൊ റീജ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരാളുടെ പേര് വിളിക്കുമ്പോൾ അടുത്ത ആളെ കൂടി പറയും, കാരണം അവര് ഗെറ്റ് റെഡി. അടുത്തത് റഷീദയാണ്. അപ്പൊ റഷീദ് ഗെറ്റ് റെഡി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും, അടുത്തത് ഞാനാണോ. അപ്പൊ ഐ വിൽ ഗീവ് ഇൻഫർമേഷൻ നെക്സ്റ്റ് പേഴ്സൺ. ഗെറ്റ് റെഡി. അപ്പൊ റീജ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട്. Okay, sir. I plan my everyday, especially Sunday. Although it doesn't go as a plan, Sunday is a little different. I finish my work quickly, then take a break with my husband and kids. Go somewhere else. Compared to other days, Sunday is a beautiful and goes by quickly. യെസ്. സാർ, ഇത് ഞാൻ തട്ടിക്കൂട്ടി എടുത്തതാ, കാരണം ഇന്നലെ ഞാൻ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു.
വീണിട്ട് കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് കെട്ടിപ്പൂട്ടി വെച്ചേക്കുക. സോറി, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നി തട്ടിക്കൂട്ടി എടുത്താന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഫാൻ ഓഫ് ചെയ്തപ്പോൾ സ്റ്റോപ്പായി പോയി അല്ലേ? അതെ സർ, സോറി സർ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, റീജയ്ക്ക് പറയാൻ പറ്റും, നേരത്തെ തെളിയിച്ചിട്ടുണ്ടല്ലോ. നോ പ്രോബ്ലം. യെസ്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദോ വി പ്ലാൻ ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ സോ. ഇത് പറയാല്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. അതായത് മനുഷ്യൻ ചിന്തിക്കുന്നു, നമ്മുടെ പ്ലാനുകളാണ് നടക്കുന്നത്, വേറെ ചില പ്ലാനുകൾ നടക്കുന്നത്. അപ്പൊ ഗോഡ് ഡിസ്പോസസ്. പിന്നെ ഞങ്ങള് പിന്നെ എന്ത് ചെയ്യും, ആ ഗോഡ് എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ വുമൺ ചെയ്യണം. മാൻ ആൻഡ് വുമൺ. മാൻ പ്രൊപ്പോസസ്, ഗോഡ് വുമൺ ഡിസ്പോസസ്. ഓക്കെ. സാർ അത് പറഞ്ഞത് ശരിയല്ല സാർ. നമ്മളെ പ്ലാനിങ്, വുമൺസിന്റെ പ്ലാനിങ് എല്ലാം മെൻസിനെ അപേക്ഷിച്ച് അവരും കുറച്ച് ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഞാൻ തമാശ പറഞ്ഞാൽ കിട്ടുകളാ. ഓക്കെ. റഷീദയാണ് അടുത്ത് പറയുന്നത്. റഷീദയ്ക്ക് ശേഷം ഐശ്വര്യൊക്കെ. ഐശ്വര്യ, യു ഗെറ്റ് റെഡി. റഷീദ, യു സ്റ്റാർട്ട്. Sunday is a relaxing and enjoyable day. Oh, very good. A perfect break from the busy week. I usually start the morning by sleeping in a bit later than usually, which feels refreshing. After breakfast, I spend Sundays are the holidays. Sundays are the days to spend with my family. Sunday gives a sense of relaxation. Very good. We usually go to park or go shopping every other Sunday. Friends and siblings, it is an enjoyable day with our family. Yes. On Sundays, my mother cook very delicious food for us. We go to the movie sometimes. Yes. We all go on a picnic to nearby place and spend some time in the lap of nature in the evening. Yes. We have tea with some snacks. It is a day when we are in a mood relax. Sometimes I read a storybook on drawing picture. Yes. Then I go to be I go to bed. It is a day that I can spend with my family and have a nice talks with them, relax and just enjoy. Yes. I know. Okay. Can you learn? That is all. That is all. Okay. റഷീദ, കുഴപ്പമില്ല. യെസ്, റഷീദക്ക് ഒരു ആരോഗ്യമില്ലാത്ത പോലെയാണ്. ടെൻഷനായിരുന്നു തോന്നിയത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇത്ര കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. യെസ്. അപ്പൊ ഇത് ബലത്തിന്, ആരോഗ്യത്തിന്, വീഴ്ചയൊക്കെ പറയണ പോലെ സ്റ്റൈലിലായിട്ട് അങ്ങനെ പറയാം. ഓക്കെ, ബാക്കിയൊക്കെ കുഴപ്പമില്ല. വെരി ഗുഡ്. ഐശ്വര്യ, ആർ യു റെഡി? Yes, sir. I'm ready. Jerusha Varghese, you get ready. Yes. Good morning, sir. Yes, good morning. Have a nice day. I am a joint family member because every Sunday, like other days for me, I wake up early in 5 o'clock. Then I finished my exercises and go to the kitchen duty. But Sunday we make special food for dinner, like chicken, special curries or biryani, etc. Yes. In the evenings, everyone would sit together and pass the time by telling stories. It's make a strong bond for us. That's enough, sir. Oh, very good. Okay. And even now you are enjoying the merits of joint family. Okay, Aishwarya? Very good. Yes. Jerusha, are you ready? Yes, sir. Yes, sir. Suramya, get ready. Okay. Yes. Good morning, Jerusha, sir. good morning.
I spend my Sundays by relaxing at home, going to church, and spending time with my family. In the Yes. morning, I attend church with my parents. Sundays make me feel happy and refreshed. That is all. അത്ര ഉള്ളോ ജെറൂഷ്? Yes, sir. ഓ, വളരെ ഷോർട്ടായി കളഞ്ഞല്ല. കുഴപ്പമില്ല, പറഞ്ഞത് തന്നെ വെടിക്കെട്ടാണ്. യെസ്. സുരമ്യ, ആർ യു റെഡി? Yes, sir. ഓക്കെ, റെഡി. Good ഫാത്തിമത്തെ? morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. I wake up at 7:30 on Sunday morning. Yes. I will wash my face and put on a song on the TV. I Yes. start my morning routine by listening to melody songs in Malayalam and Tamil. I will Yes. make breakfast first. Rice will be cooked. I will Yes. wake up my daughter and son. I will tell my daughter to fresh up and then I will fresh up my son. Yes. I will give my mother medicine and then give everyone breakfast. Yes. After that, we will prepare for lunch. I will take the medicine for my mother again. We Yes. will all clean the house. My doctor will be ready to go to during class when she 10:30 a.m. Yes. We will all watch a film while having lunch. Yes. After that, I will make the children do their homework. We Yes. only make tea in the Sundays, and we all drink that tea together. Yes. After that, we will light a lamp in the evening and praying to God. We will have dinner while watching the news on TV. After that, we will wash all the dishes, clean the kitchen, and go to bed. That's all, sir. Okay. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. You told that we will make it the only on Sundays. അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയാണോ? സൺഡേസ് മാത്രമേ ഉള്ളൂ ചായ ഞാൻ കുടിക്കാറുള്ളൂ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറുള്ളൂ. Yes, എല്ലാവർക്കും അങ്ങനെ കൊടുക്കും. ഞാൻ അങ്ങനെയാണ്, എല്ലാവർക്കും അതുകൊണ്ട് അങ്ങനെയാണ് അല്ലേ? വെരി ഗുഡ്. യെസ്. അപ്പൊ ഫാത്തിമത്തെ സ്റ്റാർട്ട് ചെയ്തോളൂ. റോഷിനി, യു ഗെറ്റ് റെഡി. Sir, യെസ്. ഡിസ്ക്ലെയിമർ പറയാമെന്ന് വിചാരിക്കരുത്. ലാസ്റ്റ് ക്ലാസ് സാറി പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് അറിയാം. അതെ, ഇപ്പൊ തട്ടിക്കൂട്ടി ശരിയാക്കിയില്ലേ? അതുപോലെ തട്ടിക്കൂട്ടിക്കും. അതൊന്നും വേണ്ടതേ, മനസ്സിൽ നിർത്താൻ പറഞ്ഞാൽ മതി. Okay. Sunday is weekend and holiday. Many of people spend their Sunday to take a break from their work and enjoy with family, friends, colleagues, etc. I spent my last Sunday for traveling. Me with my family went Mangaluru yesterday. First, we visit Dargah Sharif located in Ullal. It's a peaceful place, and we spend a lot of time there. Yes. Okay. Last Sunday. Okay, Fatimate. Very good. Yes. Jasna, Jolly, get ready. Roshini, start with you. സാർ ഞാൻ ഇപ്പൊ എഴുതിയതാണേ. I woke up at Sunday 7 o'clock. Yes. After that, I am going to Sunday school and choir and youth movement. Then lunch. Yes. Later, me and my husband going to purchasing. Then spending my family. Sunday is busy and mottham palliyila sir. That's all. Yes. Okay. Yes, very good. Okay, Roshini. Yes. Sudhi, you get ready. Jasna, you start. Jasna, Joni. Yes, Jasna, Joni, very Sudhi. Yes. Anita, James. Sudhi on the. Okay, Sudhi, start. Anita, you get ready.
Yes, For sir. me, Okay, so this start. for me, Sunday is same like all other days. Oh, Even then, yes. small differences will be there. On Sundays, everyone in my family wakes up late. Me too. Most of the days, I wake up only after my mom goes to the kitchen. After waking up, I freshen up and make tea or coffee. My day starts with that one glass of tea. I drink before brushing my teeth. Many people have criticized it, but I don't get energy without it. Yes. After that, I help my mom in the kitchen to prepare breakfast. Since it's Sunday, everyone eats together, so sometimes it gets a bit late to finish, even up to half an hour. Then I finish the rest of the work quickly. Since I am a bit lazy, I don't spend extra time on cleaning like others do on Sundays. I am not saying this proudly. I know it's my disadvantage. After that, I watch some cartoon channels with my son. He is the king of the home on Sundays, so no one can change the channel. Still, I make sure to watch my favorite shows. Dora and Masha are my favorites. Just like that, I will become evening. In between, we will finish our food and some playful fights with my son. Even though sleeping after food is my favorite hobby, I have not been doing that for a few days. Later at night, when I lie down to sleep, I try to watch something on my phone. But since I am a sleepyhead, I don't really watch anything properly. Oh, very good, very good. കാവ്യാത്മകമായിട്ടാണ് സ്തുതി പറഞ്ഞത്. യെസ്, ഓക്കെ ഓക്കെ. ഞാനിങ്ങനെ ഒരു കഥ പോയി കേട്ടോണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അനീറ്റ പറഞ്ഞോളൂ. Okay, sir. Good morning, sir. And good morning to all. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ ജസ്റ്റ് വയ്യാത്തതിന്റെ പേരിലാണ് ജസ്റ്റ് വെറുതെ നമ്മൾ ജസ്റ്റ് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ജസ്റ്റ് ഗെറ്റ് റെഡി. ഓക്കെ, കുഴപ്പമില്ല. ഗെറ്റ് വെൽ സൂൺ. സൽമ, ഗെറ്റ് റെഡി. അനീറ്റ, സ്റ്റാർട്ട്. Sunday significance as a rest day. For me, it is same as every day. Usually, one difference is that I start the day by getting ready to go to church with my family. So I have to go to church. So I will finish the work early in the morning. So usually this day I will spend half of the day in the church. So I have to take the child to the catechism class. After that afternoon, I will come back by 1:30 from the church, and I will also already I have prepared the lunch in the morning. I will serve to everyone. Then after that evening, by evening we will make some tea and also some talk with everyone in the family. So after that by 7 o'clock and by 7:30 we will together we will pray. Then after some TV watching and all, then after that by 10:30 we'll go to bed. That's all, sir. That's all my Sunday. Okay, okay. But Sunday is a busy day for Anita. Yes. Okay, okay. Like that. Yes. Okay, okay. Bini, Rajiv, get ready. Salma, പറഞ്ഞോളൂ Salma. Good morning, sir. Yes, good morning. Sunday was a very busy day because it was a holiday. So there will be some work in the kitchen. I will take a summer rest after lunch. Evening, I will going to outing and enjoy it. I spend it to my family in Sunday. That's all, sir. Yes. Okay, 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 Salma. Yes, I see happiness in your words. Rini Viti, you get ready. Bini Rajiv, you start. Bini Rajiv. പറയൂ Bini. Are you ready? How do you spend your Sundays? Oh, okay, 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 okay. Yes, ശരി, ശരി.
അപ്പൊ ബിനി സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിനിക്ക് പകരം റിനിയെ തന്നെ വീണ്ടും വിളിക്കുകയാണ്. റിനി, യു പ്ലീസ് കം. രേഷ്മ, യു ഗെറ്റ് റെഡി. Sir, good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. Sunday is good for us. We will go to church that morning. If we get back from the church, we will eat together. On Sunday, we go to our relatives. That day, make a favorite foods. Mostly spend time with children. Sometimes we will see the good movies and entertainment programs in the evening together. That's all. Okay. രേഷ്മ, നുസാദ്, ഗെറ്റ് റെഡി. രേഷ്മ പറയൂ. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. On a normal Sunday, I usually wake up late. യെസ്. After finish my morning routine and breakfast, we usually plan our Sunday programs. യെസ്. Sometimes we plan something special for lunch, or we go to visit our grandma. യെസ്. Otherwise, go for an outing. യെസ്. Some Sundays we have guests at home, and sometimes we just relax without doing anything. യെസ്. Sundays are relaxing activities like gardening, video calling my family members, chatting with the neighbors. Some Sundays we have any wedding or birthday, any family get together celebrations. That's also. Very good. Okay, Reshma. Yes. Reem, get ready. Nusrat, പറഞ്ഞോളൂ. Nusrat. Good morning, sir. Yes, good morning. On Sundays, I always wake up at the same time. Yes. I take the time to prepare breakfast on Sunday. On that day, I finish all my work a little hesitation. There are a few more dishes for lunch. Everyone sleeps on while afternoon it's there. Without rain, I go out in the evening. That's all, sir. Yes, simple ആയിട്ട് പറഞ്ഞു Nusrat. Okay. Reem, get ready. Rashida, Fatima, get ready. Good morning, sir. Good morning, my friends. Sunday are often a day for rest, relaxation, and personal activities. Sunday are a great opportunity to catch up with loved ones, spend time with the family and friends. That's all. Yes. Okay. Sunday is my holiday. Yes. Okay, Reem. Rashida, Fatima, Adina, get ready. Sir, parate. My favorite day is Sunday. I wish every day was Sunday. This day comes after a long wait of 6 days. Everyone likes Sunday. Sunday is a blessing for all students. Sunday are the days to spend with our family. It is a fun day. Yes. കോമൺ ആയിട്ടുള്ള കാര്യമാണ് റഷീദ പറഞ്ഞത് അല്ലേ? വെരി ഗുഡ്. ആതിര പറയാൻ. ആതിര. യെസ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഇൻവോൾവ്മെന്റിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. യെസ്. അങ്ങനെ അധികം ആരും വിട്ടു നിന്നില്ല. ആൻഡ് യുവർ ഇൻവോൾവ്മെന്റ് ടു ദിസ് ടോപ്പിക്, ദാറ്റ് ഈസ് വെരി ഗുഡ്. യെസ്. Okay. Sir, I think every woman spend their whole day in kitchen, especially Sunday. It's a main destiny of woman. What about you, sir? As a female, we are engaging in kitchen. As a male, what are you doing in Sunday? Yes. Okay. I understand your feelings and emotions, Reja. Yes. എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞാനല്ലെങ്കിലും ഈ പറഞ്ഞ നമ്മളൊരു ജീവിതം ആസ്വദിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നത് കൊടുത്തിപ്പെട്ട ഒരാളാണ്. നമ്മൾ വി ആർ വെരി ബിസി, തിരക്കുകളിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റാണ്. പിന്നെ
എന്റെ വീട്ടിൽ തന്നെ തിരിച്ചാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി കിച്ചണിലോട്ട് ചെന്നാൽ ഭാര്യ പറയുന്നത് അത് അവിടെ പോയിരുന്നു, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. തുടക്കം തുടങ്ങി അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ആവശ്യത്തേക്ക് ഞാൻ പോകാറില്ല. ഇതാണ് വീട്ടിലെ അവസ്ഥ. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഉൾക്കൊള്ളാൻ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്കൂട്ടി ചെയ്തു. പിന്നെ വേറൊരു പ്രത്യേകത, സൺഡേസിലും അവിടെ കുറച്ച് കുട്ടികൾ വരും, പഠിക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്കാവും. പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തൊക്കെ തന്നെ പോകും. യെസ്. പക്ഷേ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ, റീജ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് സഹായിക്കുന്നു, കിച്ചണിൽ ഒന്ന് സഹായിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമില്ല. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയില്ല പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുള്ളത് സഹായിക്കൊന്നും വേണ്ട, ഈ പരിസരത്തിൽ ഉണ്ടായാൽ മതി എന്നുള്ള പറ്റില്ല. പ്രസൻസ് ഉണ്ടായാൽ മതി, അല്ലാതെ സഹായിക്കണമെന്നില്ല. യെസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടില് നിലനിന്ന് പോകുന്നത്. ഓക്കെ. യെസ്. ഇതേ അഭിപ്രായം ഞാൻ എന്റെ ഹസ്ബൻഡിനോടും പറയാറുള്ളേ. അടുക്കള കയറണ്ട, പക്ഷെ പ്രസൻസ് ഉണ്ടായേ നമുക്കൊന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്ന ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിരിക്കുമല്ലോ, പിന്നെ കിട്ടത്തില്ലല്ലോ. പ്രസൻസ് ഉണ്ടാവണം. ഓക്കെ. അപ്പൊ സുരമ്യയുടെ അതേ ട്രാക്കിലൂടെ ആയിരിക്കും എന്റെ വൈഫും പറയണത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. എന്റെ കിട്ടിയ നേരെ തിരിച്ചാ. സൺഡേ എല്ലാവർക്കും ഹോളിഡേ, എല്ലാം ഹോളിഡേ. ഒന്നും കുക്ക് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എല്ലാവരും ഒരുമിച്ച്. അതിൽ എന്തെങ്കിലും കഴിക്കാം. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആയിരിക്കും, അത് ബ്രെഡ് മതി. കൂടുതൽ നേരം റെസ്റ്റ് എടുക്കുക. എല്ലാ ഡെയിലി നമ്മള് 5 മണിക്ക് എണീക്കും, ഡെയിലി 7 ആകുമ്പോഴത്തേക്ക് മോള് പോവല്ല. അപ്പൊ എല്ലാ ദിവസം അങ്ങനെ ചെയ്യുന്നില്ലേ. സൺഡേ എല്ലാവർക്കും ഹോളിഡേ, അന്ന് എനിക്ക് ഹോളിഡേ. വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഓക്കെ. ഇതാണ് സാർ എന്റെ സ്വപ്നത്തിൽ ഇന്ത്യ. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യു കൺവേ യുവർ ഐഡിയാസ്. ഓക്കെ, ഓക്കെ. യെസ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ചുണ്ടാവും. യെസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ ആർക്കു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അവരോടുള്ള നമ്മുടെ ഒരു ഇന്റിമസി, അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം, അതാണ് ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒരു വർക്കിൽ നമ്മളൊരു മടുപ്പ് കാണാതിരിക്കാനുള്ള കാരണം. സാർ, നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് അത് നമ്മുടെ തലയില് ഡ്യൂട്ടി ആക്കി കെട്ടിവെക്കുമ്പോഴാണ് അതിനോട് മടുപ്പ് വരുന്നത്. അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെയ്ക്കിന് അങ്ങ് പോകും. പക്ഷെ ചിലർ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ, അത് നിങ്ങൾ ചെയ്തോ, അപ്പൊ നമുക്കത് മടുക്കും. അതേയുള്ള വ്യത്യാസം. എന്റെ വീട്ടില് ഓരോരോ ഫുഡ് ഉണ്ടാക്കാൻ ആരാണോ എക്സ്പേർട്ട്, ആ സൺഡേ എന്താണോ ഉണ്ടാക്കുന്നത് ആ ആളാ കുക്ക് ചെയ്യുക. അതിപ്പോ ഹസ്ബൻഡിനോ അച്ഛനോ അമ്മന്നോ ആരുമില്ല, ആർക്കാണോ അത് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്ന ആള് ചെയ്യും. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞായറാഴ്ചകളില് എന്റെ ഇളയ മകളാണ് അടുക്കളയിൽ കയറുന്നതെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, നല്ല കറി കഴിക്കാൻ പറ്റും. നേരെ മറിച്ച് ഭാര്യയും മൂത്ത മകളുമാണ് കയറണമെന്നുണ്ടെങ്കിൽ ആ തിങ്കൾ മുതൽ ശനി വരെ ഏത് മോഡലായിരുന്നോ അതായിരിക്കും ഞായറാഴ്ച. പക്ഷെ ഇളയവളാണ് കയറുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിന് കുറെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പരീക്ഷണമാണെങ്കിൽ നമുക്കത് ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. യെസ്. അപ്പൊ ഇപ്പൊ രേഷ്മ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ കുറച്ച് ദിവസം ഞായറാഴ്ച വരെ ബോറടിച്ച്, ശനിയാഴ്ച വരെ ബോറടിച്ച് കഴിഞ്ഞാൽ പറയും ഞായറാഴ്ച ഇളയവളെ കയറ്റി എന്ന് പറയും. യെസ്. ചില ആൾക്ക് കുക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് സാർ, അതൊരു പാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അത് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും, അവര് ചെയ്യുന്നതിനെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, അങ്ങനെ ഇങ്ങനെ നമ്മൾ കയറൂല. ചില ആഴ്ചകളിൽ അവർ കയറുള്ളൂ. യെസ്. അവർക്കും ഇങ്ങനെ പഠിക്കാനും പ്രോജക്റ്റും കടകൂടെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സമയം കിട്ടില്ല. ചില ഞായറാഴ്ച ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വശത്തോട്ട് പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, പട്ടി പ്രസവിച്ച് കിടക്കുന്ന പോലെയാണ്. പിന്നെ അരികത്തോട് അങ്ങോട്ട് ആരും ചെല്ലാൻ പാടില്ല. റെഡിയാകുമ്പോൾ വിളിക്കുമ്പോൾ ചെല്ലാവും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മളല്ലേ ഒരു പട്ടി പ്രസവിച്ചിരുന്നതിന്റെ അരികത്തേക്ക് ആരടിപ്പിക്കില്ലല്ലോ. യെസ്. എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. യെസ്. ഓക്കെ. ഫിനിഷിങ് ആകുമ്പോൾ AR റഹ്മാന്റെ അടുത്ത് പാട്ട് ഏൽപ്പിക്കുന്ന പോലെയാണ്. പൈസ മാത്രം കൊടുത്താൽ മതി, പാട്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ മതി. പാട്ട് റെഡിയാക്കി പാടി ഓക്കെ ആക്കി CD ആക്കി അല്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി ഇങ്ങോട്ട് തരും.
യെസ്, ഇതിന്റെ ഇടയ്ക്ക് പോയി ഇടപെടേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചില ആളുകൾ. ഓക്കെ, യെസ്. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് എപ്പോഴും ആരെങ്കിലും ഒരാൾ കമ്പനി എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കണം. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടാവണം. യെസ്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നതിനും ആരെങ്കിലും ഒരാളെ ഇരിക്കുന്നത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഭക്ഷണം കഴിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവണം. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. യെസ്, ഇതേ ജീവിതമാണ്. കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പോകും. അപ്പോ നമുക്കറിയാലോ, വി ആർ ആൾസോ ഹാവ് ദ ലിമിറ്റേഷൻസ് അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പോട്ടെ. പക്ഷെ സത്യം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരും. അപ്പൊ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മക്കളിലൂടെ വേണം ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മള്. അവര് നോക്കിക്കോ, അവരെല്ലാം വലുതായിട്ട് വരും. ഇല്ല, നമ്മുടെ മക്കളെ എല്ലാവരും ഒരുപോലെ ട്രെയിൻ ചെയ്ത് തീരാവുന്ന പ്രശ്നമുള്ളൂ ഇത്, ആൺകുട്ടി പെൺകുട്ടി എന്നില്ലാണ്ട്. യെസ്, ഓക്കെ 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 രശ്മ, കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഏത് സിറ്റുവേഷനിൽ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ഇനി വലിയ ഇതാണ്. പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, തിരക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ അതൊക്കെ കൂടി വെച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങളിലേക്ക് തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി. യെസ്, ഓക്കെ. അപ്പൊ ഡോണ്ട് വറി, നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് കയറി. അപ്പൊ യൂണിറ്റ് നമ്പർ 4 ഞാൻ വരുന്നു. യൂണിറ്റ് നമ്പർ 4 നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെൻസിനെ കുറിച്ചാണ്. യെസ്, ടെൻസ്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ പറയും വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വർത്തമാനമുണ്ട്, ഭൂതമുണ്ട്, ഭാവിയില്ല. അതിന് പകരം വേറൊരു സംഗതിയാണ് പറയുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഏതൊരു വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു 3 ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ 3 ടെൻസ് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് എല്ലാ വെർബുകൾക്കും ഉണ്ട്. ഏത് വെർബ് എടുത്തു കഴിഞ്ഞാലും 3 ടെൻസ്. യെസ്, അപ്പൊ നമ്മൾ സാഹചര്യവും സിറ്റുവേഷനും മീനിങ്ങും അനുസരിച്ച് പ്രസന്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പ്രസന്റ് ഉപയോഗിക്കും, പാസ്റ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പാസ്റ്റ് ഉപയോഗിക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. അത് സാഹചര്യത്തിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 3 ടെൻസിന്റെ ഫോം ഉണ്ട്. ഇപ്പൊ ഗോ പ്രസന്റ് ടെൻസ് ആണ്, ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, ഗോ വെന്റ് ഗോൺ. CUT കട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും കട്ട് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. പുട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ട് എന്ന് തന്നെയാണ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്, ടേക്കൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ലുക്ക് പ്രസന്റ് ടെൻസ് ആണ്, ലുക്ഡ് LOOKED ലുക്ഡ് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്, ലുക്ഡ് എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറെന്റ് ആണ്. ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. അപ്പൊ ഓക്കെ, വേറെയും ചില വെർബുകളുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയായിരിക്കും, പ്രസന്റ് ടെൻസ് വേറെയിരിക്കും. യെസ്, അപ്പൊ ഇനി നമ്മള് ഏതെങ്കിലും ഒരു വെർബിന്റെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണെങ്കിൽ അതിൽ ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഓക്കെ 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 ലുക്കിന് ലുക്ഡ് ആണ്, ഓക്കെ. യെസ്, അതൊരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ. പാസ്റ്റ് ടെൻസ് ED വെച്ചിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED തന്നെയാണ്. അതങ്ങനെ വിശ്വസിച്ച് വെച്ചു. പാസ്റ്റ് ടെൻസ് ED ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED ആണ്. നോക്കി, ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. LIKE ലൈക്ക്, പാസ്റ്റ് ടെൻസ് ലൈക്ക്, LIKED പാസ്റ്റ് പാർട്ടിസിപ്പിളും തന്നെയാണ്. പാസ്റ്റ് ടെൻസ് ED ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ED തന്നെയാണ്. ലാസ്റ്റ് അവസാനിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അതിന്റെ അകത്ത് ഒരു സമയത്ത് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി. അപ്പോ രേഷ്മ, ഞാൻ വാചകം പറയുന്നു. I cut the vegetables yesterday. I will repeat the sentence. I cut the vegetables yesterday.
ഞാൻ ചോദിക്കുന്നത് രശ്മിയോട് ചോദിക്കുന്നത്, ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് എന്ന് പറയുന്ന ആ വെർബ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്? സാർ പാസ്റ്റ് ആണെന്നാ തോന്നുന്നത്. യെസ്റ്റർഡേ, ഇന്നലെ നടന്ന കാര്യമല്ലേ? തോന്നണ്ട, ഉറപ്പിച്ചോ? വെരി ഗുഡ്, കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് സമയത്ത് സൂചിപ്പിക്കുന്ന വാക്കുണ്ടാവും. ആ വാക്ക് എടുത്തിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. യെസ്, കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നോർമൽ ആയിട്ട് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് വെച്ചിട്ട് ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. 12 ടെൻസ് ഫോം ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസിന്റെ ഫോം. ഇംഗ്ലീഷില് ആര് ഏത് വാചകം എഴുതിയാലും ഈ 12 ടെൻസിന് ഏതെങ്കിലും ഒരു ടെൻസിനെ എഴുതാം. കാരണം അതേ ഉള്ളൂ ഇംഗ്ലീഷിൽ. അപ്പൊ എവിടെ നമ്മൾ ഏത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസിന് ഏതെങ്കിലും ഒരു ടെൻസിൽ എഴുതാൻ പറ്റും. അപ്പൊ ഈ 12 ടെൻസുകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്നും അതിന്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയാം. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മളതിന്റെ ബേസിക് ഇംഗ്ലീഷിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ടെൻസ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. ടേക്ക് എന്ന് പറഞ്ഞൊരു വാക്യാണ് എടുക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ എടുക്കുന്നു, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോൾ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരൊറ്റ വാക്കിന്റെ 12 ടെൻസിലുള്ള ആ ഒരൊറ്റ വാക്ക് നമ്മൾ ഏത് ടെൻസിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള അർത്ഥം നാം പറഞ്ഞത്. ഇത് കറക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടാകും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമുക്ക് ഫ്ലൂവൻ്റായിട്ട് പറ്റും. കാരണം നമുക്കറിയാലോ ഇന്ന സാധനം അതൊരു പിക്ചർ പോലെ നമ്മുടെ മനസ്സിലുണ്ടാവണം. യെസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന സാധനം ഇത്, ഈ സാധനമുണ്ട്, ഇതൊരു സംഗതിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആ ലെവലിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഗ്രാമറാണ് പഠിക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ടെൻസ് നമ്മുടെ മനസ്സിലുണ്ട്, എവിടെയാണ് എന്താണ്. അപ്പൊ നമുക്കറിയാം ആ സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു തപ്പിലുണ്ടാവും. കാരണം ഇത് നമ്മൾ ആലോചിച്ചെടുക്കണ്ടേ. പിന്നെ നമ്മൾ ആലോചിക്കണ്ട, കറക്റ്റ് മനസ്സിൽ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കും. അടുത്ത വാക്കിൻ്റെതാണ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. സൽമാൻ ഓക്കെ, റിലാക്സ് ചെയ്ത് മെന്റലി റിലാക്സ് ചെയ്ത് നിൽക്കാം. ഓക്കെ, റെഡി അല്ലേ? യെസ്, ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പൊ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ ഓരോ സമയം ആലോചിക്കാൻ വേണം, ഓരോ സമയം പറയാൻ വേണം. യെസ്, ഓക്കെ. സൽമ ഒരു പി ടി എ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സൽമയെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും എച്ച്എമ്മും ക്ലാസ് ടീച്ചറും കുട്ടികളും ഇരിപ്പുണ്ട്. ആരംഭിച്ചുകൊള്ളേ സൽമ. പറഞ്ഞു തെറ്റിക്കോട്ടെ, ഞാനല്ലേ, ഞങ്ങളല്ലേ ഉള്ളത്, പിന്നെന്താ പ്രശ്നം? റെസ്പെക്ട്. ഒന്ന് കയ്യിലില്ലാണ്ട് അങ്ങനെ തുടങ്ങുന്നത്, മറ്റു നമ്മൾ സ്റ്റോക്ക് ഒന്നും കയ്യിലില്ലാണ്ട് ഫ്രീ ആയിട്ടാണ് തുടങ്ങുന്നത്. പറയും. യെസ്, കമോൺ. ആദ്യത്തെ വാക്ക് ഞാൻ പറയും. Respected teachers and കറക്റ്റാണോ? ശരിയാണ്. റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് പിന്നെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, my lovely children and parents.
Yes, okay. My lovely children. പിന്നെ Today is our parents meeting. കറക്റ്റ് ആണല്ലോ. പിന്നെ പ്രശ്നം ടുഡേ ഈസ് അവർ പാരന്റ് മീറ്റിംഗ് ഡേ. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. This day is our children. ഓക്കെ, ദൈവമാണ് കറക്റ്റ് ആണ് പറഞ്ഞോ. This day is our children. ഇപ്പൊ എങ്ങനെ പറയും സാർ? കുട്ടികളും പഠന നിലവാരം എങ്ങനെ പറയും? എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, പറഞ്ഞോ. Discuss about our children's education standard. Okay. Will be I welcome to our meeting in all parents and teachers and children. Thank you, sir. വെരി ഗുഡ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നമ്മൾ വേണ്ടത് ഓക്കെ. സൽവ, ഐ അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇത്രയും പറഞ്ഞില്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓഡിയൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് സൽമ സ്വാഗതം പറയുന്നു, ഞാൻ കയറണ്ടേ? യെസ്, ഇത് നമ്മുടെ കഴിവാണ്. എത്ര പറയാൻ പറ്റിയത്? യു ആർ എ ടാലന്റഡ്. നമ്മളെപ്പോഴും നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകുന്നതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ധൈര്യമാണ്. നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ മനസ്സിൽ. ഇതങ്ങനെയല്ല. ഇതാണ് ഒന്നും പറയാണ്ട് നിന്നതിന് ശേഷം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. യെസ്, അപ്പൊ നമ്മൾ ഒരേ സമയം ആലോചിക്കുകയും ചെയ്യും, അടുത്ത വാക്ക് നമ്മൾ പറയുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറ്റണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം, ഞാൻ ഇനി ഒരു ദിവസം നിങ്ങൾ ഓരോരുത്തരോട് ഇങ്ങനെ പറയും, കൈയും വീശി അങ്ങനെ കയറണം. ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, എംപ്റ്റി ഹാൻഡ്, ഒഴിഞ്ഞ കരവുമായിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയാണ്. അവിടെ കയറി നിന്നിട്ട് അങ്ങോട്ട് പറയണം. യെസ്, അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ പറയും, ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞോളൂ. അത് നിങ്ങളുടെ കഴിവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആലോചിക്കാനോ പ്രിപ്പയർ ചെയ്യാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് വീഴും. യെസ്, അതൊരു പക്ഷെ നിങ്ങളുടെ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ് ആവും. ഞാൻ എക്സാമ്പിൾ പറയാം. 1967 63 മദ്രാസിൽ ഒരു സ്റ്റുഡിയോയില് ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കി. അപ്പൊ അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ആ പാട്ട് പാടാനായിട്ട് വന്ന ആൾ ഉദയഭാനു എന്ന് പറയുന്ന അന്നത്തെ പ്രഗത്ഭനായ പാട്ടുകാരനാണ്. അപ്പോ അദ്ദേഹം പാടാനായിട്ട് വന്നപ്പോ അദ്ദേഹത്തിന് ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് 2 പ്രാവശ്യം പാടിയിട്ടുള്ളത് ശരിയായില്ല. അപ്പൊ പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി മാറ്റി വെക്കാം. അപ്പൊ വീണ്ടും ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരൊക്കെ വീണ്ടും വരും. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുഴപ്പമില്ല, ഒന്നില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അന്ന് അത് പറ്റുമായിരുന്നില്ല. ഇനി 63 67 കാലം പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മാറ്റി വെക്കാമെന്ന് ചോദിച്ചപ്പോ പിന്നെ ഒരു പാട്ടുകാരൻ പുതിയൊരു പയ്യനുണ്ടല്ലോ, എന്നാ അയാളോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സ്റ്റുഡിയോയിൽ പുറത്തുണ്ട്. അപ്പൊ ആ പയ്യനോട് പറഞ്ഞു, ഈ പാട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, എനിക്ക് പാടാൻ പറ്റില്ല, കാരണം ഇത് ഉദയഭാനു സാറ് പാടാൻ വെച്ചിരുന്ന പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കയറി പാടുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ ഒഴിവാണ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോയി. അപ്പോ പിന്നെ എന്ത് ചെയ്യുന്നത് ആലോചന. പിന്നെ അവസാനം ഉദയഭാനു തന്നെ വന്നിട്ട് ഈ പയ്യനോട് പറഞ്ഞു, മോനെ നീ അതൊന്ന് പാട് എന്ന് പറഞ്ഞു. എനിക്ക് വയ്യാനൊക്കെ. അങ്ങനെ ആ പയ്യൻ കയറി പാട്ട് പാടി. അത് റോസി എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലിയാമ്പൽ കടവിനും നരക്ക് വെള്ളം എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് പാടിയ അന്നത്തെ ആ പയ്യനാണ് KJ യേശുദാസ്. പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് 70 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോഴും യേശുദാസ്, അതാണ് ചില ആളുകൾക്കില്ലേ ജീവിതത്തിൽ ഒരു ചാൻസുകൾ വരും, ഒരു നിമിത്തമടുവ് കയറി വരും. അത് വന്നു കഴിഞ്ഞാൽ അതിനെ അഹങ്കരിക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവില്ല. യെസ്, അതാണ്. അത് നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണില്ലേ, അതൊരു ടാലന്റ്. യെസ്, ഡെവലപ്പ് ചെയ്ത് പോകും. യെസ്, അതുപോലെ ഒരവസരം നിങ്ങൾക്കും വരും. യെസ്, അപ്പൊ എനിക്കിപ്പോ ഇരിക്കുന്നതിൽ കുറെ പേരെ വ്യക്തമായിട്ട് അറിയാം. എനിക്കറിയാം ഇന്ന ആളെ വിളിച്ചത് നന്നായിട്ട് പറയും, ഇന്ന ആളോട് പറഞ്ഞത് കൃത്യമായിട്ട് അവതരിപ്പിക്കും എന്നറിയാം. യെസ്, എങ്കിലും പിന്നിലുള്ള ആളുകളെയും നമ്മളൊരു കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണ്ടേ? ഇതും കഴിഞ്ഞ് ഒരു 10 മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയി കഴിയുമ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ പറയുമല്ലോ, ഓ അന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോ അന്ന് കുറെയൊക്കെ ജോബ് സാറിനോട് ദേഷ്യം തോന്നുമെങ്കിൽ
കുഴപ്പമില്ല, ഉപകാരത്തിൽ കൊണ്ടു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ മൈ ലൈഫ്. യെസ്, ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത് കഴിഞ്ഞ MT ക്ലാസ്സിന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് ചോദിച്ചു. അപ്പൊ അതിൻ്റെ അത് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, സാറേ, ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ ഏറ്റവും ഒരു നികൃഷ്ട ജീവിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. പക്ഷെ ഞാൻ അതിനെ ഇപ്പൊ സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്നേഹം എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് തോന്നാൻ കാരണം സാറ് എന്ന് പറഞ്ഞു. അത് ഒരു അവാർഡ് പോലെ എനിക്ക് തോന്നി. എനിക്ക് ഒത്തിരി താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു, പക്ഷെ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. യെസ് എന്ന് പറഞ്ഞ പോലെ കുറച്ചൊക്കെ നിങ്ങളത് ശ്രമിക്കണം. അങ്ങോട്ട് ഒന്ന് എത്തിച്ച് ഒന്ന് ലെവലാക്കി എടുക്കാനേ പറ്റുള്ളൂ. മുറിയിലേക്കാണ് കയറ്റി വിടും, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പെർഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞ പോലെ അത് അവിടെ വരെ നമ്മൾ എത്തിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത്, അപ്പൊ അനീറ്റ കുഴപ്പമില്ല, നന്നായിട്ട് പറഞ്ഞു. യെസ്, അപ്പൊ നമുക്ക് ഈ ഡിസ്കഷനിലോട്ട് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ 12 ടെൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചകളിലോ എപ്പോഴെങ്കിലും വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നോട്ടീസ് വരികയാണ്. ആ നോട്ടീസ് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് നോക്കിയിട്ട് ഇത് ഏത് ടെൻസിൽ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പൊക്കട്ടെ. എന്തൊരു വാചകം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ബൈക്കിലൊക്കെ പോകുമ്പോഴോ സ്കൂട്ടറിൽ പോകുമ്പോഴോ സൈഡിലൊക്കെ കാണുമ്പോൾ ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത് ഇതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കും. ഓരോ ടെൻസിന്റെയും അർത്ഥം നമുക്ക് നോക്കാം, പക്ഷെ ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. അത് ഒരു മസ്റ്റായ കാര്യമാണ്. യെസ്, ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത്രയും ഇന്ന ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ പാസീവ് വോയിസ് പറയുമ്പോൾ പറയാം, ഇന്ന ടെൻസ് ആണെങ്കിൽ അത് ഇന്ന പോലെ മാറ്റാം, ഇന്ന ടെൻസ് ആണെങ്കിൽ അത് ഇന്ന പോലെ മാറ്റാം, ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ മതി, ഇന്ന ടെൻസിലാണ് വാചകമെങ്കിൽ അത് ഇന്ന ടെൻസിലേക്ക് മാറ്റും, ഈ ടെൻസ് ആണെങ്കിൽ അത് ആ ടെൻസിലേക്ക് മാറ്റണം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാലുണ്ടല്ല പിന്നെ നമുക്ക് തെറ്റില്ല. പരീക്ഷയ്ക്ക് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ഈസ് വരുമ്പോൾ അത് കളഞ്ഞിട്ട് വാസാക്കിയേക്കാം. എന്തുകൊണ്ട് അവിടെ ഈസ് കളഞ്ഞിട്ട് വാസാക്കിയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ ഈസിന് പകരം വാസ് എഴുതി കറക്റ്റ് മാർക്ക് കിട്ടി. നമ്മളപ്പോ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അറിവിന് വേണ്ടിയിട്ട്. പരീക്ഷ പാസ്സാവാനുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ നോക്കാം, അതുകൊണ്ട് വരും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിനകത്ത് എക്സ്പെർട്ടാണ് അല്ലേ? അപ്പൊ നമ്മളത് പരീക്ഷ പാസ്സാവാനല്ല, മറിച്ച് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്കായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ കാരണം, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ മുഖത്ത് വരുന്ന വിടരുന്ന ഒരു ജിജ്ഞാസയും കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കമുണ്ട്. അത്ഭുതത്തോടു കൂടിയിട്ട് അവര് നിങ്ങളെ നോക്കും. എൻ്റെ അമ്മ ഇത്രയും എക്സ്പെർട്ടായിരുന്നു, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഇത്രയും എക്സ്പെർട്ടാണ് എൻ്റെ അമ്മയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അവരുടെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ 3 ടെൻസ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ ഒന്നാമത്തെ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. സിമ്പിൾ പ്രസന്റ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഏത് വാചകം എഴുതുമ്പോഴും ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ്, ഇതാണ് ക്രമം. ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ്. ഞാൻ ചായ കുടിച്ചു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് എഴുതും, എന്നാലേ ശരിയാവുള്ളൂ. ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ശരിയാണ്. എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാമതേ വരുള്ളൂ. അതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇത് ഞാൻ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു തന്നു എന്നുള്ളതൊന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞു. സബ്ജക്റ്റ് ഐ. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഐ കിൽ, ഞാൻ കൊന്നു. പിന്നെ ഓബ്ജക്റ്റ്, എന്തിനെ കൊന്നു? എ സ്നേക്ക്. അല്ല, സബ്ജക്റ്റ് വെറും ഓബ്ജക്റ്റ്. പിന്നെ മാനർ, എം, എങ്ങനെ കൊന്നു? വടി കൊണ്ടടിച്ച്.
ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. അപ്പൊ എം കഴിഞ്ഞു. പിന്നെ പി പ്ലേസ്, എവിടെ വെച്ച് കൊന്നു? ഇൻ പറവൂർ. യെസ്, പറവൂർ വെച്ച് കൊന്നു. അടുത്തത് ടി ടൈം, എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock, ഇന്നലെ രാവിലെ 10 മണി. ഉണ്ടാവും. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇങ്ങനെ ഒരു ക്രമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാവുന്നവർ ഈ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. അവരവരുടെ വഴിക്ക് ഇറങ്ങുന്നുണ്ട്. അല്ലാത്തവർക്ക്, ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ ഒരുപാട് തെറ്റില്ലാതെ നമുക്ക് പ്രസന്റ് ചെയ്യാം. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. യെസ്. അപ്പോ അടുത്ത പീരീഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെൻഷനെ കുറിച്ചും മറ്റൊരു വിഷയത്തെ കുറിച്ചും ചർച്ച ചെയ്യാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സൈൻ ഓഫ് ഉണ്ട് റോഷിനി? Sir, sign out. യെസ്, പറഞ്ഞു. Sir, I would like to say something about you, sir. You are a good motivator and you have a bundle of positivity. Thank you very much, sir, to encouraging me and everyone to being with ourselves. Then I would like to say something about a small quote. Success starts with every challenge, not from the comfort zone. Thank you very much, everyone, to be with us, especially our sir. Signing out, Reja Pankaj. യെസ്. അതിലൊരു വാചകമുണ്ട് നീജ. Thank you, sir. Every successful person has a painful story. Every painful story has a successful ending. Confidence is just like a umbrella. Umbrella cannot stop the rain, but if you have the umbrella, you can stand in the rain. Umbrella cannot stop the rain, but if you have an umbrella, you can stand in the rain. Okay. Yes. Okay, sir. Thank you very much, sir. We will meet next time. Thank you, sir. Thank Thank you. you, sir.